ദാവീദ് 102 സങ്കീർത്തനത്തിൽ 6ഉം 7ഉം വാക്യങ്ങളിൽ തന്നെ ഉപമിച്ചിരിക്കുന്നത് 3 പക്ഷികളോടാണ്: വേഴാമ്പൽ, മൂങ്ങ, കുരികിൽ. ഇന്ന് മൂങ്ങയെക്കുറിച്ചും കുരികിലിനെക്കുറിച്ചും നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, മൂങ്ങായുടെ പ്രത്യേകത അതിന് രാത്രി കണ്ണ് കാണാമെന്നുള്ളതാണ്. ജീവിതം രാത്രിയും പകലും നിറഞ്ഞതാണ്. പകൽ മനോഹരമാണ്, പ്രകാശം നിറഞ്ഞതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഇരുണ്ട രാത്രിയുണ്ട്. ജീവിതത്തിൽ പ്രകാശമുള്ള സമയങ്ങളും കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും രാത്രികളുമുണ്ട്. എന്നാൽ രാത്രികളിൽ ദൈവത്തെ കാണുവാൻ നയനങ്ങൾ പ്രകാശിക്കണം. ഇയ്യോബിന് സമ്പത്ത് നഷ്ടവും മക്കളുടെ നഷ്ടവും ആരോഗ്യനഷ്ടവും ഉണ്ടായി. ഈ സമയം ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ജീവിതത്തിലെ വേദനകളുടെ രാത്രികളിൽ ദൈവത്തെ മറന്നില്ല. ആ സമയം ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇയ്യോബും ദാവീദും ശൂന്യസ്ഥലത്തെ മൂങ്ങ ആയിരുന്നു എങ്കിലും അവർ കഷ്ടപ്പാടിൻ്റെ രാത്രികളിൽ ദൈവഭക്തി വിടാതെ ദൈവമുഖം കണ്ടവരായിരുന്നു. മൂങ്ങയുടെ മറ്റൊരു പ്രത്യേകത, അവർ സഹജീവികളുമായി ബന്ധം പുലർത്തുന്ന പക്ഷിയാണ്. ഇണ വരുന്നതുവരെ മൂങ്ങ മൂളിക്കൊണ്ടിരിക്കും. ഇന്ന് മനുഷ്യർ മറ്റുള്ളവരുമായി ബന്ധം പുലർത്താതെ കഴിയുന്നു. ഭവനത്തിലുള്ളവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. മാതാപിതാക്കളും മക്കളും തമ്മിൽ ബന്ധമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല. ഇങ്ങനെ ഓരോരുത്തരും സ്വന്തം ലോകത്തിൽ ജീവിക്കുന്നു. മൂങ്ങ എന്ന ചെറിയ പക്ഷി പോലും അതിൻ്റെ സഹജീവികളോട് ബന്ധം പുലർത്തുന്നുവെങ്കിൽ വിശേഷപ്പെട്ട മനുഷ്യൻ എത്രയോ അധികമായി മനുഷ്യ സ്നേഹത്തിൽ വസിക്കേണ്ടതാണ്. ചെറിയ കുരികളിൽ നിന്നും നാം വലിയ മർമ്മങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കുരികിലിനെ കുറിച്ച് വേദപുസ്തകത്തിൽ അനേകം പ്രതിവാക്യങ്ങൾ ഉണ്ട്. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിതന്റെ അടുക്കൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശുദ്ധീകരണത്തിനായി ശുദ്ധിയുള്ള 2 ജീവനുള്ള പക്ഷികളെ കൊണ്ടുവരുന്നു. ധനവാന്മാർ ആടിനെയും അതിന് താഴെയുള്ളവർ പ്രാവിനെയും പാവപ്പെട്ടവർ കുരികിലിനെയും ആണ് അന്ന് ബലി കഴിച്ചിരുന്നത്. അതിനാൽ ജീവനുള്ള പക്ഷി വില കുറഞ്ഞ കുരികിൽ ആണെന്ന് കരുതപ്പെടുന്നു. പുരോഹിതൻ 2 പക്ഷികളെ എടുത്ത് ഒരു പക്ഷിയെ അറുത്ത് രക്തം മൺപാത്രത്തിൽ ഒഴിക്കും. അത് കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ 7 തവണ തളിക്കും. മറ്റേ പക്ഷിയെ ഈ രക്തം ഒഴുക്കിയ വെള്ളത്തിൽ മുക്കും. എന്നിട്ട് അതിനെ പറത്തിവിടും. അതിൻ്റെ ചിറകെല്ലാം ഒട്ടിപ്പിടിച്ച് അതിന് അധിക ദൂരം പറക്കുവാൻ കഴിയുകയില്ല. അത് ഏതെങ്കിലും വീടിന് മുകളിൽ തനിച്ചിരുന്ന് കരയും. ഇന്ന് ഭവനങ്ങൾക്ക് വേണ്ടി കഠിനപ്രയത്നം ചെയ്യുന്ന അനേകരുണ്ട്. അവരുടെ ചോരയും നീരുമൂറ്റി മക്കളെയൊക്കെ വലിയ നിലയിലാക്കിയ അനേകം മാതാപിതാക്കളുണ്ട്. എന്നാൽ അവരെ തഴയുന്ന എത്ര മക്കളെയാണ് നമുക്ക് ചുറ്റും ഇന്ന് കാണുവാൻ കഴിയുക? വീട്ടിൻമുകളിൽ തനിച്ചിരുന്ന് വിലപിക്കുന്ന എത്ര കുരുകിലുകൾ! പക്ഷേ ഈ കുരുകിലുകൾക്ക് ഒരു ആശ്രയമുണ്ടെന്ന് മറന്നു പോകരുത്. കുരുകിൽ ഒരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. 84-ാം സങ്കീർത്തനം 3-ാമത് വചനം. ബലഹീനമായ പക്ഷിയാണെങ്കിലും അവർ കൂട് വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ യാഗപീഠങ്ങളിലാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ഭയവുമില്ല. ഈ നിസ്സാര ജീവിയെ തമ്പുരാൻ പോലും കരുതി സംരക്ഷിക്കുന്നു. അതുകൊണ്ട് യേശു ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത് വചനം. നിസ്സാര ജീവികളിൽ നിന്ന് പോലും വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ജീവിതത്തിലെ ഇരുളടഞ്ഞ രാത്രികളിൽ അവങ്കലേക്ക് നോക്കി പ്രകാശിതരാകാം. കുരുകിലിനെ പോലെ കർത്താവിൻ്റെ യാഗപീഠത്തിൽ നമുക്ക് ആശ്രയിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com